കൊച്ചിയിലെ വിവിധ ഡിവിഷനുകളിലാകെ വോട്ടെടുപ്പ് രാവിലെ മുതൽ തന്നെ സജീവമായി തുടരുന്നു. ബൂത്തുകളിൽ ചെറിയ സാങ്കേതിക തടസ്സങ്ങൾ റിപ്പോർട്ട് ചെയ്തെങ്കിലും തെരഞ്ഞെടുപ്പ് നടപടികൾ ഇപ്പോൾ സാധാരണ നിലയിൽ പുരോഗമിക്കുകയാണ്. കൊച്ചിയിലെ വിവിധ ഡിവിഷനുകളിലെ വോട്ടെടുപ്പ് പ്രക്രിയകൾ വളരെ വേഗത്തിൽ നടക്കുകയാണ്. രാവിലെ മുതൽ തന്നെ പ്രദേശത്തെ പോളിംഗ് സ്റ്റേഷനുകളിൽ ജനങ്ങൾ ആവേശത്തോടെയാണ് വോട്ടെടുപ്പിനെത്തിയിട്ടുള്ളത്. തോപ്പുംപടി സെന്റ് സെബാസ്റ്റ്യൻ സ്കൂളിലെ 4-ാം ബൂത്തിൽ വോട്ടിംഗിൽ തടസ്സം നേരിട്ടു. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ തകരാറുണ്ടായതിനെ തുടർന്നാണ് ഏകദേശം അരമണിക്കൂർ പോളിംഗ് നിർത്തിവെക്കേണ്ടി വന്നത്. കൂടാതെ കൊച്ചിയിൽ സെന്റ് മേരീസ് സ്കൂളിലുള്ള 58-ാം ഡിവിഷന്റെ 3-ാം നമ്പർ പോളിംഗ് ബൂത്തിൽ വോട്ടെടുപ്പ് വേഗത്തിലല്ലാത്തതിനെ തുടർന്ന് സമ്മതിദായകർ പ്രശ്നമുണ്ടാക്കുകയും തുടർന്ന് സെക്ടറൽ ഓഫീസറും വില്ലേജ് ഓഫീസറും സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. ഇവിടെ 1.5-2 മണിക്കൂറോളമായി ആളുകൾ ക്യൂവിൽ നിൽക്കുന്നത് പറയുന്നതായ ജനാധിപത്യ പ്രക്രിയയിൽ അവരുടെ ഏറ്റവും മഹത്തായിട്ടുള്ള ആ വോട്ടവകാശം വിനിയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് ജോലി വരെ കളഞ്ഞാണ് ആളുകൾ ഈ ക്യൂവിൽ നിൽക്കുന്നത്. അപ്പോൾ അത് അന്വേഷിച്ചതിൽ അറിഞ്ഞത് ഏതോ ഒരു ഉദ്യോഗസ്ഥൻ വളരെ താമസിച്ചാണ് കാര്യങ്ങൾ ചെയ്യുന്നതെന്നുള്ളതാണ്. അത് ശരിയല്ലത്. അത് പരമാവധി വോട്ടർമാർക്ക് പെട്ടെന്ന് തന്നെ വോട്ട് ചെയ്ത് അവരുടെ മറ്റ് കർമ്മമണ്ഡലങ്ങളിലേക്ക് പോകാനുള്ള സൗകര്യപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ് ഈ ബന്ധപ്പെട്ട അധികാരികൾ ചെയ്യേണ്ടത്. അത് തീർച്ചയായിട്ടും അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണം. ക്യൂവിൽ ഇനിയിപ്പോൾ വെയിലി മൂക്കും തോറും പ്രായമായ വയോജനങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്, സ്ത്രീകളുണ്ട്. അവർക്ക് വേണ്ട സഹായം എത്രയും പെട്ടെന്ന് വോട്ട് ചെയ്ത് കടന്നു പോകാനുള്ള ഒരു സാഹചര്യം ഒരുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കഴിക്കും. സൗഹൃദങ്ങൾ മനോഹരമാവട്ടെ. സോൾട്ടിലെ വിഭവങ്ങൾ പോലെ. ദ സോൾട്ട് റെസ്റ്റോറന്റ്.